ദയവ് ചെയ്ത് നമ്മുടെ അടുത്ത ജനറേഷനെ, കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് കമ്പയർ ചെയ്ത് അവരെ കൊല്ലരുത്. ഞാൻ യുവജനങ്ങളുടെ ഇടയിലും കുഞ്ഞുങ്ങളുടെ ഇടയിലും ഒക്കെ ധ്യാനിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ പറയാണ്, ഇപ്പോൾ മിനിങ്ങാന്ന് ഞാൻ പുറത്തു രാജ്യത്ത് നിന്ന് വന്നോളൂ, യുവജനങ്ങളുടെ ഇടയിൽ ധ്യാനിപ്പിച്ചവരോട് സംസാരിക്കുമ്പോഴൊക്കെ എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് കൺട്രിയിലായാലും ഇവരെല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്ര സാമ്പത്തികമായിട്ട് മുമ്പിൽ നിൽക്കുന്നു, എഡ്യൂക്കേഷനായിട്ട് മുമ്പിൽ നിൽക്കുന്നു, ആരോഗ്യപരമായിട്ട് മുമ്പിൽ നിൽക്കുന്നു, അവിടെയും അനുഭവിക്കുകയാണ് ഈ പ്രശ്നം. ബ്രാൻഡിങ്. നീ ഇങ്ങനെയാണ്, നീ അങ്ങനെ അല്ല, നീ അവരെ പോലെ അല്ല, നമ്മൾ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളുടെ ഉള്ളിലോട്ട് ഈ കോംപ്ലക്സ് മുഴുവൻ കയറി നിരാശയുടെ പടുകുഴിയിലേക്ക് നമ്മൾ അറിയാതെ അവരെ വിടുകയാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് തന്നതാണ്? ഈശോ തന്നതാണ്. നിങ്ങൾ ഒത്തിരി മുറിവുകളെയൊക്കെ അതിജീവിച്ച് വന്നവരാണ്. പക്ഷേ ഈ ജനറേഷന്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജനറേഷന്, അടുത്തൊരു ജനറേഷന് ഇതൊന്നും താങ്ങാനുള്ള മൈൻഡൊന്നും ഇല്ല. നമ്മുടെ ജനറേഷൻ, നിങ്ങളുടെ മുമ്പിലുള്ള ജനറേഷൻ അങ്ങനെയാണ്. മനസ്സത്രേ ഉള്ളൂ. ഇഷ്ടംപോലെ വായിക്കുന്നുണ്ടാകാം, ഇഷ്ടംപോലെ സിനിമകൾ കാണുന്നുണ്ടാകാം, ലോകം കുറേ പരിചയപ്പെടുന്നുണ്ടാകാം, പക്ഷെ മനസ്സ് കുഞ്ഞാണ്.